പാറക്കുട്ടി വേഗം തിന്നേ, എന്നിട്ട് വേണം നമുക്ക് കളിക്കാൻ പോവാൻ. എടി ചേച്ചിയെ, ഈ ഉപ്പുമാവിന് പകരം നമുക്ക് വല്ല പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തിന്നായിരുന്നു അല്ലേ? അതെ, നമ്മുടെ അമ്മക്കാണെങ്കിൽ ആകെ ഉപ്പുമാവും ദോശ ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ. അതിനൊക്കെ ആ സുലൈമാന്റെ ആമിക്കുട്ടിന്റെ ഭാഗ്യം എന്നും പത്തിരിയും ചിക്കൻ കറിയാണേ. നമ്മുടെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അവിടെ ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ ചേച്ചി? നീ നമ്മള് സഹിച്ചല്ലേ പറ്റൂ. എന്നാലും ദൈവത്തിന് നമ്മളോട് ഈ ചതി ചെയ്തെന്നാവോ? അതെന്നെ എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനുള്ളേ, എന്തിനാ എന്നോട് ഈ ചതി ചെയ്തേന്ന്? അയ്യോ അമ്മ, എന്താ വിചാരിച്ചേ? അമ്മ ചെയ്പൊട്ടത്തിയാണെന്നോ? അമ്മ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. അത് പിന്നെ അമ്മേ, ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. തമാശ തമാശ. അതമ്മേ, ചേച്ചി വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എടി വഞ്ചകി, ഈ പെണ്ണ് ചുമ്മാ പറയോ അമ്മേ? ഇവിടെ തുടങ്ങിയേ. രണ്ടാള് പറഞ്ഞത് ഞാൻ വൃത്തിക്ക് കേട്ടിട്ടുണ്ട്. ഓ ഭാഗ്യം, രണ്ടാള് പറഞ്ഞത് അമ്മ കേട്ടല്ലോ, അത് മതി. ഇങ്ങനെ പോവാണെങ്കിലേ നാളെ അച്ഛനും അമ്മക്കും പ്രായമായി മുതുക്കനും മുതുക്കത്തി ആയാലേ ഇതിങ്ങളൊന്നും കാണാൻ കൊള്ളൂലെന്ന് പറഞ്ഞ് ദൈവത്തിനോട് പരാതി പറയില്ല രണ്ടെണ്ണോ. ഞങ്ങൾ അങ്ങനെ ചെയ്യാം അമ്മേ. നിങ്ങളല്ലേ വിശ്വസിക്കാൻ കൊള്ളത്തില്ലേ? ഈ ലോകത്ത് എന്തോരം പിള്ളേരാ ഭക്ഷണം കിട്ടാതെ പറഞ്ഞിറക്കണേ. ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവ്, അതെങ്ങനെ കിട്ടിയില്ലെന്ന് സമാധാനിച്ച് തിന്നാൻ നോക്കും മക്കളെ. ഇനി ഞങ്ങളെ ഫുഡിനെ കുറ്റം പറയൂല. പറഞ്ഞാലും പറഞ്ഞില്ലേ എനിക്കൊരു കുഴപ്പമില്ല. നാളെ ഈ വീട്ടിൽ ഉപ്പുമാവന്നെ. നാളെ ഉപ്പുമാവാ വേണമെങ്കിൽ തിന്നാ മതി. എടി ചേച്ചി, ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഉപ്പുമാവ് തിന്ന് തിന്ന് നമ്മുടെ ജീവിതം കോഞ്ഞാട്ടാവൂട്ടാ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തുവാടി കൊച്ചേ, എന്താ കാര്യം? ഞങ്ങൾ കളിക്കാൻ പോവാ. ആമിക്കുട്ടി തുമ്പിമോള് ആമിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. കളിക്കാൻ പോണതൊക്കെ കൊള്ളാം. മഴ പെയ്യുന്നതിന് മുന്നേ വീട്ടിൽ കയറണം കേട്ടാ. ശരിയമ്മേ. വാടി ചേച്ചി. എടി പാറക്കുട്ടി, ഇങ്ങോട്ടൊന്ന് വന്നാ. എന്തിനാണേ? ഇങ്ങോട്ട് വായോ, എന്നോട് സ്വകാര്യം പറയാനാണേ. എന്താണ് സ്വകാര്യം? അന്റെ അടുത്ത ചെരിമനെ നമ്മളൊരു പൂ പൊട്ടിക്കട്ടെ. അമ്മ കൊല്ലും. കാണാതെ പൊട്ടിച്ചെന്നാ മതിയടി. എന്താണ് സ്വകാര്യം പറച്ചില്? ഒന്നുമില്ലമ്മേ. ആ പൂവെങ്ങാനും ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിച്ചായിട്ട് കഴിഞ്ഞ പൊട്ടിക്കും. കഷ്ടപ്പെട്ട് നനച്ചുണ്ടാക്കണ ചെടിയാണ്. അയ്മ തൊട്ടു പോയിരുന്നിട്ടാ. അതിനാണ് പൂവ് ചോദിച്ചേ. ഞാൻ ഓളോടെ ബുക്ക് ചോദിച്ചത്. ബുക്കേ ഇനി നമ്മളിവിടെ കുറെ നേരം നിന്നാ ശരിയാവൂലട്ടാ. നമുക്ക് പോയാലാ? അമ്മേ, ഞങ്ങൾ പോവാ. മീനേ, മീനെ പോയി താളാമത്തിയായി കുറാവളി പുതിയ ഫ്രഷ് 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 മീനേ. മൂസക്കായി അവിടെ നിൽക്കി, ഇപ്പൊ വരാം. ദൈവമേ, ആ പിള്ളേര് ഉപ്പുമാവിന്റെ പാത്രം ഉള്ളിൽ വെക്കതാണ് പോയേ. എന്റെ അസുഖങ്ങൾ വരട്ടെ, ഞാൻ കാണത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാക്കെ. ഫ്രഷ് 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 മീനെ പോയി. ഇനി എന്റെ കുട്ടി നന്നായിട്ട് തിന്നട്ടാ. ആ കാക്കനെ കൊണ്ട് എനിക്കെന്താണ് ഉപകാരം? ഈയാണെങ്കിലേ തിന്നാൻ മൊട്ടി തരും, ചെടികൾക്കിടാൻ കാട്ടും തരും. അല്ല ബളെ, ഇജ ഏത് കാക്കനെ കുറിച്ചാണ് പറയുന്നത്? നമ്മള് പറക്കണ കാക്കനെ കുറിച്ചാ പറഞ്ഞതേ. ഇജ് ഞാൻ കാക്കാനെ വിട്ടിട്ടേ ഈ കാക്കാനെ നോക്കി. ആ മൂസക്കായിന്റെ പെമ്പറിനോട് വരുന്നുണ്ടല്ലോ. മൂസക്കായി, ഇന്നെന്താണ് മീന്? ഇജ നമ്മളെ കരളല്ലേ, അനക്ക് പാടെന്താ ചെടുത്തേ? എന്റെ ഭാഗ്യടി ഒരു മീൻകാരനെ കിട്ടിയത്. പൈസ കൊടുക്കാതെ ഇഷ്ടംപോലെ മീൻ തിന്നാലാ. നല്ല ഫ്രഷ് മീൻ എന്നെ എടുത്തോളിട്ടാ. പാത്രം കെടുത്ത് തരി. ഇത് അരക്കിലോ അയില് മതിട്ടാ. ആകെ കുടിയിൽ രണ്ടാൾക്കാരല്ലേ ഉള്ളൂ. ഇന്നത് പറ്റില്ല എഴുതിക്കോളി. ഇപ്പൊ തന്നെ കൊറേ പറ്റായിട്ടല്ലോ. അന്നെ പരീക്ഷിച്ച് ഞങ്ങൾ നാളോടാനൊന്നും പോണില്ല, ഇവിടെ തന്നെ ഉണ്ടാവേ. ഐ, ആരാ ഇങ്ങോട്ട് വരുന്നത്? നമ്മുടെ മണ്ടോത്തിരിയല്ലേ? ഓർക്കപ്പോ കുടിയെന്നൊക്കെ ഇറങ്ങാനൊക്കെ വെക്കാ. എന്താ പോലെ ഒരു കോലം, കയ്യില്ലാത്ത ഡ്രസ് ഇട്ടാണ് അവൾ പുറത്ത് കാണുന്നത്. ഒരു ഉസൂറും പൊളിയാത്ത പെണ്ണ്. ആളുകൾ ഓളെ കണ്ട മയങ്ങി വീഴുന്ന ഓളെ വിചാരേ. അതുപോലെ കയ്യില്ലാത്ത ഡ്രസ് ഇട്ടാലേ നമ്മൾ അതിനെ കാട്ടിലും ഭംഗിണ്ടാവും. അല്ല മൂസക്കായേ? അല്ല മൂസക്കായേ? എന്തൊരു ചേലാണ് ഓളെ കാണാന്. എന്തെന്റെ സൈനോ? നിങ്ങള് കുടിക്ക് വേണ്ടിട്ടാ നമ്മൾ നല്ല കാണിച്ചിട്ടുണ്ട്. എടിപളെ, അന്റെ മുഖത്ത് നോക്കിട്ട് നമ്മള് ചേലുണ്ടെന്ന് പറഞ്ഞതേ. പഠിച്ചോനെ, ഇന്ന് കൂടിന്ന് ചോറും കാര്യം കിട്ടുന്നു തോന്നുന്നില്ല. എന്തോ എന്റെ മുത്തിന് മത്തി മതിയോ? പഠിച്ചോനെ, ഈ സൈതാൻ ഇവിടെ ഉള്ളത് മറന്നതല്ല. വേഗം മീൻ കൊടുത്തിട്ട് മുങ്ങണതാ ബുദ്ധി. പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡ് ഇന്ന് വീട്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് മത്തിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന്റെ സന്തോഷാണല്ലോ മുഖത്ത്. മൂസക്കായി വേഗം എടുക്കി. എന്നാ സൈനോ, കുറച്ച് കറി വെച്ചാലോ കുറച്ച് പൊരിക്കും ചെയ്തോളട്ടാ. എന്നാ എന്റെ അയില മണ്ടു. താങ്ക് യു മൂസക്കായി. ഇത് പറ്റില്ല എഴുതിക്കോളൂട്ടോ. ആയിക്കോട്ടെ. പറ്റിക്കോ എന്നെ നമ്മളങ്ങനെ പറ്റിക്കോടിന്റെ കരളെ. ഇങ്ങനെ പോവാണെങ്കിലേ മൂസക്കായി ഞാൻ മസാല കൂട്ടി പൊരിക്കും കറിയൊക്കെ ചെയ്യും. മീന് ഫ്രഷ് 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 മീനേ പോയി. ചോറിന് മുന്നേ എത്തിക്കണേ പോളൂ. മമ്മി സ്പെഷ്യൽ മത്തി ഫ്രൈ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അല്ലോ, ഇന്ന് മത്തി ഫ്രൈ ആണോ? മമ്മിക്ക് വല്ല ഐക്കോറിയോ ആബോളിയോ വാങ്ങിക്കൂടെ? മോൾക്ക് അറിയാത്തോണ്ടാ, മത്തിയിൽ കുറേ വൈറ്റമിൻസ് ഉണ്ട് പോളൂ. അല്ലാതെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. എനിക്ക് വീട്ടിൽ കുറെ പണിയുണ്ട്. എന്ന് ഞാൻ പോട്ടെ. ബൈ. എടി സീനോ, എനിക്കൊരു കാര്യം
വേറെ ആരോട് പറയണ്ടട്ടാ. ആ മണ്ടുമേടത്തിന്റെ ഭർത്താവില്ലേ, അതിന്റെ ബിസിനസ് ഒക്കെ പൊട്ടി പാളിസായി കേൾക്കണേ. സത്യാണടി. ഞാൻ പറഞ്ഞു ഞാൻ ആരോട് പറയൊന്നും വേണ്ടട്ടാ, എന്നോട് മാത്രമായിട്ട് ഞാൻ പറഞ്ഞതാണ്. എന്ത് വർത്താനം നീരോ പറഞ്ഞത്, നമ്മൾ ആരോട് പറയാനാണ്? എനിക്ക് വേറൊരു കാര്യം അറിയാ. ആ സുലിയെ, ആ സുലിത്താത്തന്റെ മോളിയെ ഏതോ ചെക്കനായിട്ട് പ്രേമാത്രേ. ആഹാ, എന്നിട്ടെന്താണ് ഓള് രാത്രി ഫോൺ വിളിക്കണത്? ഓളപ്പ കണ്ടുപിടിച്ചിട്ട് നല്ല അടി കൊടുത്തെന്നാ പറഞ്ഞതേ. ഓൾക്ക് അങ്ങനെ തന്നെയാണേ, പെൺപിള്ളേരെ അടക്കി ഒതുക്കി വളർത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ കോളേജിൽ പറഞ്ഞേക്കണേ, അത്ര പഠിപ്പൊക്കെ നിർത്തിക്കണെന്നാ പറഞ്ഞിട്ടതേ. അതിനിടെ ഇപ്പൊ കുട്ടിന് കോളേജിൽ പോണെ കാണാത്തില്ലേ? ആ പോട്ടെ, ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നിന്നാൽ ദോഷം കിട്ടും. ഈ ഒക്കോട്ട് കേൾക്കുവാണ് ആരും വേണം, എന്നിട്ട് നമ്മളെ കുറ്റം പറയുന്നവരോളും നല്ലോളൂ. ഞാൻ കറി വെച്ചിട്ട് വേഗം കുടിക്കുക കേട്ടോ, ബാക്കി എന്താന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങോട്ട് നോക്കൂ, ആ പാഴക്കുട്ടി ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അവരെ കെട്ടിയ ഊഞ്ഞാലല്ലേ, ഇനി മാറി കൊടുക്കാൻ പറയോ? അവരെ ഊഞ്ഞാല് കെട്ടിയത് അവരുടെ വീട്ടിലെന്നല്ലോ, പബ്ലിക് പ്ലേസിലല്ലേ. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇരിക്കാം. നിനക്ക് അവരെ പേരുണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ. ഈ അലീന ഫ്രാൻസിസ് ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല. എനിക്കും ഒരു പേടിയുമില്ല, ഞാനും ഇറങ്ങത്തില്ല. പാറുകുട്ടി, നമ്മളെ കളിക്കുന്ന സ്ഥലത്താണല്ലോ ഓല് വന്നിക്കണത്. ഇനി നമ്മൾ എന്താ ചെയ്യാ? ആ അലീന അവിടുന്ന് മാറിത്തരുന്ന് തോന്നണില്ലട്ടെ പാറുകുട്ടിയെ, നമുക്ക് വേറെ സ്ഥലത്ത് കളിച്ചാലോ? എന്തൊരു കഷ്ടം ഇത്, നമ്മളെല്ലാരും എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ആ മരത്തിന്റെ മുകളിൽ ഊഞ്ഞാല് കെട്ടിയേ. അതിങ്ങനെ ഇന്നലെ ഊഞ്ഞാല് കെട്ട ഓരോട് സഹായം ചോദിച്ചപ്പോഴേ ഓരോന്ന് തിരിഞ്ഞൊക്കെ പോലും ചെയ്തിട്ടില്ല. ഊഞ്ഞാലൊക്കെ കെട്ടി കഴിഞ്ഞ പോലെ വന്നിക്കുന്നത് എവിടുത്തെ ന്യായാണ്? എടി പാറോ, ഇനി കച്ചറൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, നമുക്ക് വേറെ സ്ഥലത്ത് ഊഞ്ഞാല് കെട്ടി ടൈം കളിക്കേ. നിങ്ങളെന്ത് വർത്താനാണ് സിബിഎച്ചി പറയുന്നത്? അപ്പൊ ഓളെ ഐബി വന്നിരുന്നാലാ? നമ്മളിങ്ങനെ പേടിച്ചോടാൻ നിന്നാലും പേടിച്ചോടാനേ സമയം ഉണ്ടാവൂലേ. നമ്മൾ കഷ്ടപ്പെടാ ഓള് സൂയിക്കുക, അതിന് സമ്മതിക്കാൻ പാടില്ല പാറുകുട്ടിയെ. നമുക്ക് അവിടെ തന്നെ പോയിട്ട് കളിക്കാം, എന്നിട്ട് ഓളെ ഇടങ്ങാറാക്കി ടൈം ഓടിപ്പിച്ചുവിടാ. എന്തേ അത് അമ്മിക്കുട്ടി പറഞ്ഞത് ശരിയെന്നേട്ടാ. വാ എല്ലാരും നടക്കി. അല്ലേ, അവരവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലട്ടോ. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ ഓടിക്കാനുള്ള പരിപാടിയായിരിക്കും, അല്ലാതെന്ത്. അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അലീന, അത് ഞങ്ങൾ കിട്ടിയ ഊഞ്ഞാലാ. അതിന് മാറിനെ, ഞങ്ങൾക്ക് ഊഞ്ഞാലാടണം. ഹോ, നിങ്ങളെ ഊഞ്ഞാലോ? അലി, നീ കേട്ടോ, ഇത് അവരുടെ ഊഞ്ഞാലാണെന്ന്. എന്നിട്ട് പാർക്കുട്ടിയുടെ പേരൊന്നും ഈ ഊഞ്ഞാലിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. വെരി ഫണ്ണി. വല്ലാതെ ഓവറാക്കലേ അല്ലേ? ഈ കച്ചറുണ്ടാക്കാതെ മാറിക്കണ്ട. നിനക്ക് ഊഞ്ഞാല് വേണമെങ്കിലേ ഇവിടെ രണ്ട് മരല്ലേ, അവിടെ ഊഞ്ഞാലെട്ടിക്കോ. ഞങ്ങൾക്ക് ഈ ഊഞ്ഞാല് മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മരത്തുമ്മ കെട്ടിക്കോ. ഇവര് നീച്ചേന്റെ രസനൊന്നും കാണാനിട്ടാ, നമുക്ക് വേറെ എന്തെങ്കിലും കളി കളിക്കാം. എന്ത് കളി? കള്ളന് പോലീസ് കളിച്ചാലോ? എപ്പോഴും അതിനെ കളിക്കണ ബോറടിച്ചു. എന്നാ തൊട്ടല് കളിക്കാം. അത് വേണ്ട ചേച്ചി, ബോറടിയാണേ. ചാടാ മത്തിയായി കുറാവോലി പുതിയ പ്ലക്കോര ഫ്രഷ് 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 മീനെ മീനെ മീനെ. ഇപ്പച്ചി വരുന്നുണ്ട്. എടി പാറോ, അനക്ക് സ്പെഷ്യൽ കളിയല്ലേ വേണ്ടത്? എന്നാ നമ്മളെ കയ്യിലെ സ്പെഷ്യൽ കളിട്ടേ. അതെന്ത് കളി? അതൊക്കെ ഉണ്ട്, ഇപ്പച്ചി ഒന്നും ഇങ്ങോട്ട് വരട്ടെ. നമ്മുടെ ഇപ്പച്ചി വന്നിട്ട് എന്ത് കളി കളിക്കാനാണ് ആമിയെ? അതൊക്കെ ഉണ്ട് കാക്കോ. മീനെ മീന് മീനെ. ഇപ്പച്ചി അവിടെ വണ്ടി നിർത്തി. എന്താണ് നമ്മളെ കുട്ടിക്ക് വേണ്ടത്? പൈസ എന്തെങ്കിലും വേണം മുട്ടയോ അങ്ങനെ? അതൊന്നും വേണ്ട ഇപ്പച്ചി, ഇത് കുറച്ച് ഐസും കട്ടയോ. എന്തിനാണ് എന്റെ കുട്ടിക്ക് ഐസും കെട്ടാ? കളിക്കാനാണേ. നിന്റെ കുട്ടിക്ക് ഐസും കെട്ടല്ലേ? സ്വർണ്ണക്കെട്ട് വരെ ഇപ്പച്ചു വാങ്ങിക്കൊടുത്തില്ലേ? ഇത് മതിയാ? ഒന്നിന്റെ ഉള്ളക്കൊന്നും അങ്ങനെ പോണ്ടട്ടാ, പാപ്പൊക്കെ ഉണ്ടാവുള്ളേ. എടാ സുലൈമാനെ, എന്നോട് കൂടിയാണ് പാപ്പ പറഞ്ഞതേ. ആയിക്കോട്ടെ, ഇന്ന് ഇപ്പച്ചു പോവട്ടാ.